ക്ഷണം സ്വീകരിച്ച് പോകുന്ന ആൾക്ക് നോമ്പുണ്ടെങ്കിൽ പോലും ആ നോമ്പ് മുറിക്കണമെന്ന്. ഫറളാക്കപ്പെട്ട നോമ്പല്ല, തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും അല്ലാതെ നമുക്ക് സുന്നത്തായിട്ട് വരുന്ന നോമ്പുകൾ അവൻ ക്ഷണിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമുക്ക് തോന്നുന്നത് വളരെ ആത്മാർത്ഥതയോട് കൂടിയാണ് നമ്മളെ വിളിക്കുന്നത്, അതല്ല വെറുതെ കണ്ണുപൊടിയിടാൻ വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന് തോന്നിയാൽ, ഇത് ഞാൻ എന്റെ വക പറയുന്നതല്ല, പരിശുദ്ധമാക്കപ്പെട്ട ഗസാലി ഇമാമിന്റെ ലോക പ്രശസ്തമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ലോകത്തെ എത്രയോ രാജ്യങ്ങളിൽ പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് പല മുസ്ലിം രാജ്യങ്ങളും ഇന്നും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കിതാബായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അടിവരയിട്ട് കാണിച്ചിരുന്ന കിതാബിൽ രേഖപ്പെടുത്തിയ വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, എന്റെ വക പറയുന്നതല്ല. നമുക്ക് ആത്മാർത്ഥതയോടെ അല്ല വിളിക്കുന്നത് എന്ന് തോന്നിയാൽ പോകരുത്. എന്തെങ്കിലും കാരണം പറഞ്ഞ ഒന്ന് ഒഴിഞ്ഞു മാറും. അതാണ് പരിശുദ്ധ ഇസ്ലാം. അത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനമാണ്. വെറുതെ നമ്മളൊന്ന് കളിയാക്കാൻ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലോട്ട് വിളിക്കണമെന്ന് തോന്നിയാൽ, ഉറപ്പുണ്ടെങ്കിൽ മാത്രം 100% അല്ലെങ്കിൽ 80-90% നമുക്ക് അങ്ങനെ തോന്നിയാൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവിടെ തൊഴിഞ്ഞു മാറലാണ് നല്ലത്. അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥതയോട് കൂടി അവനൊന്ന് സ്വീകരിക്കണം, അയാളൊന്ന് വീട്ടിലോട്ട് വിളിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് വിളിക്കുന്നതെങ്കിൽ, സുന്നത്തായ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ വിളിച്ച ആളെ ബഹുമാനിച്ചുകൊണ്ട് ആ നോമ്പ് മുറിക്കണമെന്ന അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അതിഥി ആദരിക്കേണ്ട മര്യാദകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ അല്ലെങ്കിൽ വീടല്ല, നമ്മളെ എങ്ങോട്ടാണോ ക്ഷണിച്ചത് ആ സ്ഥലത്തോട്ട് ചെന്ന് കയറുമ്പോൾ ആരാണോ നമ്മളെ ക്ഷണിച്ചത് അയാൾക്ക് സലാം പറഞ്ഞുകൊണ്ട് കയറുക. മാത്രമല്ല അദ്ദേഹം പറയുന്ന സ്ഥലത്ത് പോയിരിക്കുക. ചില ആളുകളുണ്ടാവും ഇവിടെ ഇരിക്കുന്നവർ ഇപ്പൊ അവിടെ പോയിരിക്കും, അവിടെ ഇരിക്കുമ്പോ ഇവിടെ വന്നിരിക്കും. അത് ചെയ്യരുത്. എവിടെയാണോ വീട്ടുകാരൻ ഇരിക്കാൻ പറയുന്നത് അവിടെ ഇരിക്കണം. അതാണ് അതിഥിയുടെ മര്യാദ. കാരണം സ്ത്രീകളൊക്കെ പാസ് ചെയ്യുന്ന വഴികൾ അതൊക്കെ കൃത്യം